ഓക്കെ. താങ്ക് യു. ഞാൻ ഈ വീണയുടെ കേസാണ് ഇപ്പം അന്വേഷണം വന്നു. ഇപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാനിപ്പോ ഒരു പൊളിറ്റീഷ്യനാണ്. ഞാനൊരു കറ കളഞ്ഞ വ്യക്തമായ ഒരു പാലിൽ കുളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. രാജ്യവും രാജ്യത്തിന്റെ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണെന്ന് നിങ്ങളെല്ലാം വിചാരിക്കും. എനിക്കെതിരെ ഒരു ആരോപണം. അപ്പോൾ ഇപ്പം സുപ്രഭാതം എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ഇന്ത്യൻ എന്ന് പറയുന്ന ആള് 125 കോടി ഒരു സേവനം കൊടുക്കാതെ ഈ കമ്പനിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇവർക്ക് കരിമണൽ ഖനനം ചെയ്യാൻ പെർമിഷൻ എന്റെ അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഞാൻ? ഏത് അന്വേഷണത്തെ ചങ്ക് വിരിച്ച് നിന്ന് നേരിടണം? നിങ്ങൾ അന്വേഷിക്കുക. നമുക്ക് ഫേക്ക് ആയിട്ടൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല. പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് ഫേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാത്തിനെയും നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും, സത്യത്തെ ഒഴിച്ച്. അപ്പൊ വീണ വിജയനൊക്കെ എന്തിനാണ് ഇത്രയും വലിയ കോടി വക്കീലന്മാരെ ഇറക്കി ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയിട്ട് അന്വേഷണം സ്റ്റേ ചെയ്യുന്നത്? മടിയിൽ കനമില്ലാത്തവന് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. മടിയിൽ കനമുള്ളത് കൊണ്ടല്ലേ ഈ അന്വേഷണം എന്തിനു അന്വേഷണം സ്റ്റേ ചെയ്യുന്നത്? അന്വേഷണം ഇപ്പൊ SFIO അവരന്വേഷിച്ച് അതിന്റെ അവര് റിപ്പോർട്ട് കൊടുക്കട്ടെ എന്നേ. റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ എന്താ വരുന്നത്? വീണ വിജയൻ മേടിച്ചതിന് സർവീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇവിടെ ആർക്കാ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റാത്തത്? തുടങ്ങിക്കോട്ടെ എന്നേ. വീണ വിജയൻ സ്റ്റാർട്ടപ്പ് തുടങ്ങി അതിലൂടെ 10 കുടുംബങ്ങൾ ജീവിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ ചെയ്തത്? പിണറായി വിജയൻ ഉൾപ്പെടുന്ന ഈ കമ്മിക്കൂട്ടങ്ങളെല്ലാം വീണയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ പറയില്ലേ, നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് എപ്പോഴും നിങ്ങൾ ഓരോ ഇന്ത്യക്ക് സംബന്ധിക്കുന്ന ഒരു കാര്യം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. 3 പേരുടെ നിലപാടുകൾ മാത്രം, കമ്മ്യൂണിസ്റ്റ്, ഇസ്ലാമിസ്റ്റ്, പാകിസ്ഥാൻ. ഈ 3 പേരുടെ നിലപാട് ഒരേ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചത് ഇന്ത്യക്ക് എതിരാണ്. അത് കണക്ക് ഈ കമ്മ്യൂണിസ്റ്റുകൾ എല്ലാവരും വീണയ്ക്ക് സപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ ഉമ്മാരെല്ലാം അപ്പം തിന്നിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പോലും തിരിഞ്ഞു പറഞ്ഞില്ലല്ലോ ഇതിനെതിരെ അന്വേഷണം വേണം. ഇവരെല്ലാം പറയും നമ്മൾ നീതിമാന്മാരാണ്, മറ്റതാണ് മാടയാണ്. പറയട്ടെ, അന്വേഷണം വരട്ടെ. ഏത് അന്വേഷണത്തെ നേരിടാൻ ചില രാഷ്ട്രീയ നേതാവ്, എനിക്ക് സുധാകരനൊക്കെ ആണെന്ന് തോന്നുന്നു ചിലപ്പോഴേ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏത് അന്വേഷണത്തെ നേരിടാൻ ഞാൻ തയ്യാറാണ്. അതായിരിക്കണം ഒരു ആർജവം എന്ന് പറയുന്നത്. അല്ലാതെ ഖജനാവി കിടക്കുന്ന ഗവൺമെന്റ് ഫണ്ട് എടുത്തുകൊണ്ട് അവിടെ കിടക്കുന്ന സാൽവയും മറ്റേ ഹരീഷ് സാംഗയും ഒക്കെ വിളിച്ചു വരുത്തി 25-30 ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് കൊടുത്ത് കേസ് ഒതുക്കാനല്ല നോക്കുന്നത്. അന്വേഷിക്കൂ. സത്യസന്ധമായിട്ട് പിണറായിക്കെതിരെ ലാവിംഗ് കേസ് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയണം അന്വേഷിച്ച് നിങ്ങൾ കോടതിയിൽ തെളിയിച്ച് കാണിക്കും ഞാൻ കുറ്റക്കാരനാണെങ്കിൽ. ഞാൻ മടിയിൽ കനവില്ലെങ്കിൽ എനിക്കിത് ചെയ്യേണ്ട കാര്യം. ഞാൻ പറയില്ല, ഏത് അന്വേഷണത്തെ പറയാനാണോ ഇവർ കോടതിയിൽ, അതും കോടതിയിൽ പറയുന്നത് ടെക്നിക്കൽ ഫാൾട്ടുകൾ മാത്രമാണ്. അല്ലാതെ അതിന്റെ ഇപ്പം വീണ വിജയൻ എന്താ ഇവിടെ കോടതിയിൽ വാദിച്ചത്? വേറൊരു അന്വേഷണം നടക്കുന്നുണ്ട്, ഈ അന്വേഷണം നടക്കാൻ പാടില്ല. വൈ? ഒരു ടെക്നിക്കൽ മാറ്റർ ആണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ ഈ 125 കോടി രൂപ മേടിച്ചില്ല എന്നല്ല അവർ ചൂണ്ടിക്കാണിച്ചത്. ടെക്നിക്കൽ ഫാൾട്ടുകൾ. ഇത് നമ്മളെ എന്താ പറയാ, നീതിപീഠത്തിന്റെ വലിയൊരു പോരായ്മയാണ്. ഈ ടെക്നിക്കൽ ഫാൾട്ടുകൾ കൊണ്ട് ഈ നീതി നിർവഹണത്തിൽ ഇങ്ങനെ പോരായ്മകൾ വരുന്നത് വളരെ ഫാൾട്ടാണ്. അത് മുമ്പ് നമ്മളെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. തൂ മരണം വരെ തൂക്കാൻ പിന്നില്ല, ആദ്യം പിന്നെ തൂക്കാനേ വിധിച്ചിട്ടുള്ളൂ. അപ്പൊ തൂക്കി കഴിഞ്ഞപ്പോ അവൻ മരിച്ചില്ല, അതുകൊണ്ട് പിന്നെ അവനെ തൂക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ചില ടെക്നിക്കൽ ഫാൾട്ടുകൾ ഉപയോഗിച്ചാണ് ഇവര്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരന്മാര് ഇത് ചെയ്യുന്നത്. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവര് സ്വയം കുഴി കുത്തി ഈ മറ്റേ ഈ വെള്ളച്ചാല് എന്താ പറഞ്ഞ ഈ മഴ പെയ്യുമ്പോ വെള്ളം നമ്മളൊരു കുഴിയിലേക്ക് ആക്കില്ലേ ചാല് കുത്തിയിട്ട്, അതേമാതിരിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഏജൻസികൾ. ഇതിന്റെ പിന്നാലെ നടന്നു തുടങ്ങിയിട്ട് കുറെ നാളായി. അപ്പൊ കഴിഞ്ഞ കർണാടക കോടതിയിൽ കൊടുത്തിട്ടുള്ള SFIOന്റെ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര പ്രസക്തിയുള്ള ഒരു സാധനമാണ്. അവരൊരു 2-3 വർഷത്തോളമായി ഓഫ് ദി റെക്കോർഡ്സ് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എന്നുള്ളതാണ്. ഇത് ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം 2021 മുതൽ അതെ, ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. SFIO അതൊരു പ്രത്യേക കോർഡിനേഷനിലാണ് ഇന്ന് ഈ സെൻട്രൽ ഏജൻസികൾ വർക്ക് ചെയ്യുന്നത്. ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഒക്കെ ഇതിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. 2014 മുതൽ ഈ പുതിയ NDA സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇൻവെസ്റ്റിഗേഷൻ ഇന്റലിജൻസ് എന്നുള്ള പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിലാണ് ശരിക്കും വരുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിന് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പല കേസുകളും ഇന്റർ കണക്ട് ചെയ്യുന്ന AI ബേസ്ഡ് ആയിട്ടുള്ള പല സാധനങ്ങളും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. RBIയുടെ ട്രാൻസാക്ഷൻസ്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്. അപ്പൊ ഇതിൽ ഇങ്ങനത്തെ ഫിനാൻഷ്യൽ ഫ്രോഡ്, ഫിനാൻഷ്യൽ തട്ടിപ്പുകൾ, ഫൈനാൻഷ്യൽ തട്ടിപ്പുകളൊക്കെ കോടതിയിൽ നിലനിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നിലനിൽക്കുന്ന തെളിവുകളില്ലാണ്ട് ഈ പറയണ പോലെ പോലീസുകാരനൊക്കെ പറയണ മാതിരി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസസുകൾ ഉണ്ടാക്കുക, കോടതിയിൽ നിലനിൽക്കുന്ന എവിഡൻസസ് ആയിട്ട് മാത്രമാണ് ഇതിനെ ഒരു എക്സിക്യൂഷൻ ലെവലിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ പറയും പൊളിറ്റിക്കൽ വെണ്ടാട്ട എന്ന് പറഞ്ഞിട്ട് അവര് പ്രശ്നം ഉണ്ടാക്കും.
അല്ലെങ്കിൽ തന്നെ ഇതൊന്നും ചെയ്യാണ്ട് തന്നെ BJP സെൻട്രൽ ഏജൻസീസിനെ വെച്ചിട്ട് പീഡിപ്പിക്കുന്നു എന്നുള്ള ഓൾറെഡി പേരുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ കറക്റ്റ് തെളിവുകൾ, അതായത് കോടതിയിൽ ഇന്ന സെക്ഷൻ വെച്ചിട്ട് ഇന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ 100% ശിക്ഷിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള കേസുകൾ മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇന്ന് ഡിജിറ്റലി ഉള്ളത് കാരണം തെളിവുകളൊക്കെ കിട്ടാൻ എളുപ്പമാണ്. അപ്പൊ അങ്ങനത്തെ തെളിവുകളുടെ കേസുമ്പോ പിടിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. അത് മാത്രമേ പിടിച്ചിട്ട് കാര്യമുള്ളൂ. അതല്ലാതെ വിസിബിൾ ആയിട്ടുള്ള തെളിവുകളും ലോജിക്കൽ ആയിട്ടുള്ള തെളിവുകളും, അല്ലെങ്കിൽ ലോജിക്കലായിട്ട് നമുക്ക് മനസ്സിലാവും ഇവർ കട്ടിട്ടുണ്ടെന്ന് മനസ്സിലായാൽ പോലും അതുമ്മേ പിടിച്ചിട്ട് കാര്യമില്ല. അത് നേരെ അവർ പറയാ എന്താ വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ വെണ്ടറ്റേനും പൊളിറ്റിക്കലി അസാസിനേറ്റ് ചെയ്യാൻ നോക്കുകയാണ് എന്നുള്ള രീതിയിലായിരിക്കും നെറേറ്റീവ് ഉണ്ടാക്കുക. നെറേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംമാതിരി ആൾക്കാർ നിരന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇതേപോലെയുള്ള കേസുകൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ ക്ലിയർ കട്ട് കേസാണ്. പിണറായി വിജയന്റെ മകള് വീണ വിജയൻ 100% പെട്ട കേസാണ്. ഇതിൽ വേറെ തെളിവുകളുടെ ഒന്നും പ്രശ്നമില്ല. റെക്കോർഡായി ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തെളിവുകൾ നശിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടി ഉണ്ട്. അപ്പൊ ഇത് ഒരാള് മാത്രല്ല പെടാൻ പോണെ. ഇതിനെ ബേസ് ആയിട്ട് പല പരിപാടികളും ഇനി മുന്നോട്ട് വരും. എന്തുകൊണ്ടാണ് SFIO എന്ന് പോലെയുള്ള ഒരു ഏജൻസീനെ ഈ ഒരു കേസിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ SFIOക്ക് ഈ കേസിന്റെ പരിധിയിൽ മാത്രമല്ല നിൽക്കാൻ പറ്റുക. ഈ കേസുകളുടെ കണക്ട് ചെയ്യുന്ന കേസുകളുടെ പരിധിയിലേക്കും ഇവർക്ക് കയറാനുള്ള നിയമ സാധ്യതകളും നിയമപരിരക്ഷയും SFIO എന്ന് പറഞ്ഞ ഏജൻസിക്ക് ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കരമായിട്ടുള്ള പവറുകളാണ് SFIO. എന്തുകൊണ്ടാണ് SFIOനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കുന്നത്? SFIO ഈ കേസിൽ നിന്ന് പിടിച്ച് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പല കേസുകളും പൊങ്ങി വരാനുള്ള 100% സാധ്യതകളും അതിന് ഉള്ള കേസ് എടുക്കാനുള്ള കേസുകൾ, പുതിയ പല സാധനങ്ങളും പൊങ്ങി വരാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അപ്പൊ ഇതിൽ പല കാര്യങ്ങളും, അതായത് ഇപ്പൊ എന്തുകൊണ്ട് CMRL ഒരു ഗവൺമെന്റ് ഏജൻസി 13% സ്റ്റേക്ക് എടുത്തു, പല ഓർഡറുകളെയും പല കോടതി വിധികളെയും മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പല പരിപാടികളും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതില് ഏറ്റവും കൂടുതൽ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് PC ജോസഫിന്റെ മകനാണ്. പുള്ളിയാണ് ഇതിനെ പല രീതിയിലും ഇതിനെ കൊണ്ടുവന്ന് പല ഡോക്യുമെന്റ്സും അതില് വേറൊരു കഥ കേൾക്കുന്നത് നമ്മുടെ ബിനീഷ് കൊടിയേരിക്ക് അതില് കറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വീണ വിജയൻ പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനിയിപ്പോ മോദി വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് അവർക്ക് ഊരി പോരാൻ പറ്റില്ലാത്ത രീതിയിൽ പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. ഇതാണ് എനിക്ക് സുബ്രഭാതമായി ഇതിനെപ്പറ്റി പറയാനുള്ളത്. അല്ല, കറക്റ്റ് ആണ് പറയുന്നത്.